ചോദിച്ചിങ്ങനെ ഹോം ടൂർ ചെയ്യാൻ ഫർസിൻ്റെ വീടിൻ്റെ ഒന്നും ഹോം ടൂർ ചെയ്യോ പിഗ്മെൻറ്റേഷൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ ആ ക്രീമിനെ പറ്റിയിട്ട് നിങ്ങളെപ്പം എവിടെ പോയി അങ്ങനത്തെ കുറേ. അപ്പം ആദ്യത്തെ വാപ്പ എവിടെ പോയി എന്ന് വെച്ചാൽ ആദ്യത്തെ വാപ്പ വലിയ കുടുംബത്തിൽ നിന്ന് വന്ന് ഫർസാണ് ഇങ്ങനെ പട്ടിപ്പണി എടുക്കണെന്ന്. ഫർസ് വലിയ വീട്ടിൽ നിന്ന് വന്നതല്ല, ഫർസ് സാധാരണ വീട്ടിൽ നിന്ന് വന്നത് തന്നെ കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലേശം കൂടി മെല്ലെ പറയൂ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവിടെ നിന്നുള്ള നല്ല സൗണ്ട് ഉണ്ട്. അപ്പം ഗൈസ്, നമ്മൾ ഇന്നലെ നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ട് അടിപൊളിയായിക്കെ നിന്ന്. പക്ഷെ ആ ആളിപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ജഡ്ജാലും ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് മുങ്ങിക്കാൻ ഓള് വരുന്ന വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഓള് ഇന്നലെ രാത്രി തന്നെ മുങ്ങിക്കാൻ എനിക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു വീട് പണി എടുക്കുന്നുണ്ട്. എന്നപ്പോൾ ഓള് ഇവിടെ ഇല്ല, ജൂത്താതെ ഇവിടെ ഇല്ല. ജൂത്താതെ ഇന്നലെ രാത്രി പോയി, ഞാനും ഇന്ന് പോകും. അപ്പം അതിൻ്റെ മുന്നായിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിങ്ങനെ ഹോം ടൂർ ചെയ്യാൻ ഫർസിൻ്റെ വീടിൻ്റെ ഒന്നും ഹോം ടൂർ ചെയ്യോ. പിന്നെ കുറേ ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻ്റെ ആ ഒരു ക്രീം ഉണ്ടല്ലോ ആ ക്രീമിനെ പറ്റിയിട്ട് പിന്നെ നിങ്ങളെപ്പം എവിടെ പോയി അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കാണിച്ച് എല്ലാം ഇന്നൊരു സ്പീച്ചൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്കിനി നേരെ നമ്മളെ ഹോം ടൂറിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കട്ടെ. അപ്പോൾ ഇതേതാണ് നാട്, ഏതാ ജില്ല, ഇതേതാണ് ഹൈവേ, നാഷണൽ ഹൈവേ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ മാവൂര് കുറ്റിക്കാട്ടൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. മാവൂരേക്ക് കുറേ ഇനിയും പോവാണ്ട്, പക്ഷെ അത് കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറ്റിക്കാട്ടൂരിന് കറക്റ്റ് പ്ലേസൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നാലോ. അതിനെക്കൊണ്ട് കുറ്റിക്കാട്ടൂർ മാത്രമേ ഞങ്ങൾ പറയുന്നുണ്ടോ, പക്ഷേ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. അപ്പം നമ്മളിനി നമ്മളെ ഇടവയ്യാട്ടോ. സോറി, ഇത് റോഡാണ്. റോഡ് സൈഡിൽ തന്നെ അത് മെയിൻ റോഡ് അവിടെ ഉണ്ട്. ആ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഈ റോട്ടിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ റോട്ടിൽ ഏറ്റവും കൂടുതൽ മനോഹരമായി പൂന്തോട്ടങ്ങളും പുഷ്പങ്ങളും മരങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു വീടാണ് ഫർസുവിന്റെ വീട്. മുന്നിൽ തന്നെ ചെറിയൊരു പൈപ്പൊക്കെ ഉണ്ട്. ഇത് ഇവിടെ പഞ്ചായത്തിന്റെ വക പൈപ്പ് വെള്ളം. പിന്നെ ഇതൊക്കെ മാമിന്റെ കലാവിരുതാണ്. കുറെ ചെടികളൊക്കെ ഉണ്ട്, ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മിനിറ്റ്, ഓട്ടോ പോട്ടെ, ചെടികളും വേണ്ടല്ലേ, ഓട്ടോ പോട്ടെ. ഓക്കെ, ഇത് മാമിന്റെ കലാവിരുദ്ധങ്ങളാണ്. കുറെയൊക്കെ ചെടിയൊക്കെ ഉണ്ട്. മറ്റേ മുറിയൂട്ടിയൊക്കെ ഉണ്ട്. അവിടെ മുറിയൂട്ടീനൊക്കെ കണ്ടങ്ങൾ. അതായത് എന്തെങ്കിലും കാലിന് പരുക്കൊക്കെ വന്ന ചോരൊക്കെ വരൂല. എന്നപ്പോ ഇത് ഒരുതിയിട്ട് അവിടെ വെച്ചെടുത്താല് വേഗം ചോരൊക്കെ പോയി മുറിയൊക്കെ ഉണങ്ങി പോകും പെട്ടെന്ന് തന്നെ. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനം ഉണ്ട് ഇവിടെ. നല്ല മഴ, അപ്സ്റ്റെയർ വീടാണ് കേസ്. ഞങ്ങൾ നല്ല പൈസക്കാരും. ഫസ്റ്റ് നല്ല റിച്ച് ഫാമിലിയാണെന്നാ പറഞ്ഞത്. റിച്ച് ഫാമിലി, അത് റിച്ച് ഫാമിലിന്റെ വീടാണ്. വീട് എന്താന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. റിച്ച് ഫാമിലിന്റെ വീടാണ്. എന്നപ്പോൾ ഇവിടെ നമ്മളിതാ കർമൂസ. ഇത് ഞങ്ങളെ വീട് ആയിസുമ്പോ തന്നെ കർമൂസ കേട്ടോ. കർമൂസന്റെ കായ് കുരുല്ലേ, അത് ഉണ്ടാക്കിയിട്ട് നട്ടിട്ടുണ്ടായ കർമൂസാണത്. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ കൊക്കോക്കായ് ഇല്ലേ, കൊക്കോക്കായിന്റെ മരമാണിത്. ഇത് ഉണ്ടാവുന്നുണ്ട്. പൂമായിട്ട് ഇത് ഉണ്ടാവാനായോ എന്നൊക്കെ ചോദിച്ചു. ഇത് എത്ര കഴിഞ്ഞിട്ടാ ഉണ്ടാവുക? അത് അമ്മ ചോദിച്ചത് എന്നോട്. കൊല്ലം കുറെ എടുക്കും. അതായാലും ഇവിടെ കുറച്ച് റോസാപ്പൂ അതൊക്കെ മാമിനോട് പറഞ്ഞ് കുറേ ദിവസം എന്നോട് ചെടിച്ചട്ടി കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആശികാക്ക് എന്ന് വരുമ്പോൾ ചെടിച്ചട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആ സൈഡിൽ അതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മാമൻ്റെ ഒരു സ്കൂട്ടർ ഉണ്ട് ഗൈസ്. ഇവിടെ പോർച്ചിൽ എല്ലാവരും കാറും ഇതൊക്കെയാണ് വെക്കുക. ഇവിടെ വിറകൊക്കെയാണ് കൊണ്ടുപോയിരിക്കുന്നത്. മീൻപെട്ടിയൊക്കെയാണ് കൊണ്ടുപോയി. മീൻപട്ടി വിറക് പോർട്ടിൽ വെക്കേണ്ട കാറ് നമ്മള് സൈഡിൽ. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന മറ്റേ ചെടിച്ചട്ടി കുറെ ഇനിയുണ്ട്. ആസികാക്ക് എടുക്കാൻ മടിയായിട്ടാണ് ചെടി. പിന്നെ ഞങ്ങള് ബക്കറ്റില് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വന്നത് മുതൽ എന്നെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് ഇന്നലെ ഇടിച്ച്, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് വെറും പരദൂഷണമല്ല, ബിഗ് ബോസിലെ അനീഷിന്റെ നേരെ ഡ്യൂപ്പാണ്. ഒന്നും കൂടി പറയും, പറഞ്ഞത് തന്നെ 100 വട്ടം ഒന്ന് പോയി. അപ്പൊ അത് ഇവിടെ ബക്കറ്റിൽ വെള്ളം വെച്ച വേറെ ഒന്നുമല്ല, നല്ല മഴയാണ്. അപ്പൊ ഈ മക്കളൊക്കെ പുറത്ത് പോയിട്ട് അതേ കാലം കൊണ്ട് കയറി അകത്ത് കയറും. അന്നപ്പോ ഇവിടെ തൊടിക്കാൻ വേണ്ടിയിട്ട് ഒരു വടി വെച്ചൊക്കെയാണ്. ഇപ്പൊ മഴക്കാലായനൊക്കെ കേട്ടോ.
ഇപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മളെ വലുതുകാലം വെച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് കണ്ടു. ഇപ്പൊ മാമൻ ഇവിടെ ഒന്ന് വീണിട്ടേ ഉള്ളൂ കേട്ടോ, ഇവിടെ വൈദ്യം ഒന്ന് വീണിട്ടോ. പിന്നെ നല്ല കാർപ്പറ്റ് ഇവിടെ വിൽക്കാത്ത വേറെ ഒന്നുമല്ല, അല്ല കാർപ്പറ്റ് വിൽക്കാത്തതിന്റെ കാരണമാണോ ഇനിയിപ്പോ പറഞ്ഞത്? അതല്ല, കാർപ്പറ്റ് വിൽക്കാൻ ഇപ്പൊ മഴക്കാലാണ്, ഇപ്പൊ ചളി ആവുന്ന വെച്ചിട്ട് വെള്ള കാർപ്പറ്റ് അവിടെ ഉള്ള അതിന്റെ മുകളിൽ ചളി ആവുന്ന വെച്ചിട്ട് പഴയ ഒരു ബനിയൻ ഇട്ടിട്ട്. പണ്ടുള്ള അമ്മമാരൊക്കെ ആരെങ്കിലും ഒക്കെ വിരുന്നുകാര് വരുമ്പോ മാത്രം പാത്രം, പ്ലേറ്റ്, ബസ് ഇതൊക്കെ എടുക്കുന്നത് പോലെ ഇവിടെ വിരുന്നുകാർ വരുമ്പോഴാണ് നല്ല കാർപ്പറ്റ് ഒക്കെ വിൽക്കുക. ഇന്ന് വീഡിയോ എടുക്കേണ്ടത് നല്ല കാർപ്പറ്റ് വിൽക്കാൻ പറഞ്ഞു. എന്നോട് പറയണേ അയ്യോ ഒന്ന് തിരുമ്പി വെക്കുമോന്ന് എന്നോട് ചോദിച്ചു. അതിനൊക്കെ വേണ്ട, ഈ ബനിയന് മതി. ആശിക്കാക്ക ഗെയിം കളിക്കാൻ വേണ്ടിട്ട് കൊടുത്തത്. അപ്പൊ ലുഡോ കളിക്കാൻ വേണ്ടിട്ട് കൊടുത്തതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ട് കേൾക്കും, ഐസും എന്നും കളിക്കുകയാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ സോഫ. ഇതിപ്പോ കാലം കുറച്ചായി എന്ന് വെച്ചാൽ എത്ര കൊല്ലായി അതിന്റെ മോൾ? ഇത് ഒരു എന്റെ കല്യാണം ആയിട്ട് 4 കൊല്ലായി. ഒരു 7 കൊല്ലൊക്കെ ആയി ഉണ്ടാവും. ഈ ഒരു 7 കൊല്ലം ഉണ്ടാവും അല്ലേ? 7 കൊല്ലായി ഞങ്ങളെ ഈ സോഫ കിട്ടിയത്. അപ്പൊ നമ്മള് കൊലായിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ വലിയൊരു നിരയാണ് ഈ കാണുന്നത്. നീണ്ട വലിയ കൊലായി. അപ്പൊ കൊലായിന്റെ എത്ര ഒക്കെ ഉള്ളു? ഈ നേരെ നടക്കും. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. ഇവിടെ മക്കളുള്ള വീടാണ് ഞങ്ങളത്. ഒച്ച ഉണ്ടാക്കില്ല അവിടെ. നിങ്ങൾക്ക് ആർക്കും സ്കൂളില്ലാത്തതാണ് ഇവിടെ ഇപ്പൊ പറ്റിയ ബൈക്ക്. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാൾ. വിശാലമായിട്ടുള്ള വലിയ കോണിപ്പടിയാണ്. പക്ഷെ മേലെ ഫുൾ മിണ്ടല്ലേ. അപ്പൊ ഗൈസ് വിശാലമായിട്ടുള്ള വലിയൊരു ഡൈനിങ് ഹാളാണ് ഉള്ളത്. ഇത് ഞങ്ങളെ ഇതിന് 7 കൊല്ലം പഴക്കമുള്ള ഒരു എന്താ പറയുക മേശയാണ്. പക്ഷെ മേശന്റെ മുകളിൽ ഞങ്ങൾ ചെയർ വാങ്ങിയിട്ടില്ല. പഴയതൊന്നുമല്ല, ഞങ്ങൾ മറ്റേ ഈ സ്കൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞങ്ങൾ പുതിയ ചെയർ, ബാക്കി സോഫ ഒക്കെ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് എന്നാണ്. സോഫ ഒക്കെ മുകളിൽ വെച്ച് കെട്ടിപ്പൊട്ടി കണ്ടോ അങ്ങനെയാണ് പറയാം. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ചെരുപ്പ് സ്വതവേ ഞങ്ങൾ പുറത്താണ് കുപ്പായം ഇട്ടത് അവിടെ വെച്ചിക്കണ്. ചെരുപ്പൊക്കെ ഇതിന്റെ ഉള്ളിലായിട്ട് പൊണിപ്പടിന്റെ ഉള്ളില്. പിന്നെ ഞങ്ങൾ ഞാൻ വന്നാൽ കിടക്കുന്ന റൂമും ജൂത്താതെ വന്നാൽ കിടക്കുന്ന റൂമും ഒന്നാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതൊക്കെ ഇവര് പൊട്ടിച്ചതാട്ടോ. അത് എന്ത് പൊട്ടിയതാണോ, അത് ആദ്യം ഇവിടെ ഉള്ളതാണോ എന്ന് അറിയില്ല. പിന്നെ ബീരാന് ഇവര് ഉറങ്ങുക തന്നെ ആണോ നോക്കാനും വേണ്ടി വാതിൽ ഇവിടെ ഓട്ടൊക്കെ ബീരാനല്ല, ഇവിടുത്തെ പോട്ടർ ബീരാനിട്ടതോളാണ്. ഇവിടെ ഞങ്ങൾ എസ്ലി കിടന്നുറങ്ങുന്നുണ്ട് ഗൈസ്. ഇതാണ് ഞങ്ങളെ റൂം. അച്ഛൻ ചോപ്പാക്കാണ് കിടന്ന്. ഇതാട്ടോ നമ്മളെ റൂം. അതായത് റൂം തുറന്നപ്പോ എണീച്ചു. ഓക്കെ ആചാരനൊക്കെ പറയുന്നുണ്ട്, കൈയൊക്കെ തുറന്നിട്ട്. അപ്പൊ വലിയൊരു ചെറിയൊരു ഫാൻ റൂം. അപ്പൊ എസ്ലി പോയി കഴിഞ്ഞതിനെക്കൊണ്ട് ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ആക്കിയിരുന്നു. ഇതാണ് ഞങ്ങളെ അലമറ. ഇത് ജൂത്താദന്റെ ഫാനാണ്. ജൂത്താദ ഇവിടെ വരുമ്പോ ചൂടുള്ള സമയത്ത് ഈ ഫാനാണ് ഇവിടെ യൂസ് ചെയ്യല്. പിന്നെ അത്രയൊക്കെ തന്നെ 2-3 അൽമാറുണ്ട്. അതാണ് ഞങ്ങൾ മിറർ. ഓക്കെ. അപ്പൊ ഈ റൂമാണ് ഫസ്റ്റത്തെ റൂം കേട്ടോ. ഈ രണ്ടാമത്തെ റൂം ഉമ്മന്റെ റൂമാണ്. ഞാനും ഉണ്ടോ അതൊക്കെ വീഡിയോ എടുക്കട്ടെ കേട്ടോ. ഉമ്മന്റെ റൂം പൊത്തൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒന്നാമത്തെ കാരണം പറഞ്ഞാല് എസ്ലി വന്ന് ഇവിടെ മൂത്രയിച്ച് കട്ടുമ്പല് ഇപ്പൊ ബെഡ്ഷീറ്റ് ഇടുമ്പോ തിരുമ്പായിട്ട് ഇപ്പൊ എന്താക്കി ഈ ബെഡ്ഷീറ്റ് ഇവിടെ കൊണ്ടേ വിരിച്ചതാ. അപ്പൊ ഇതാണ് ഇമ്മന്റെ റൂം. ഉമ്മക്ക് ഇവിടെ 2 അൽമാറൊക്കെ ഉണ്ട്. 2 അൽമാറ. ഇതിന്റെ ഉള്ളിലാണ് നിധി ഉള്ളത്. ഈ അൽമാറിനുള്ളിൽ നിധി ഉണ്ട് കേട്ടോ. ഇതാണ് ഉമ്മന്റെ ആമാടപ്പെട്ടി. ഇതിമ്മന്റെ ആമാടപ്പെട്ടിയാണ് ഗൈസ്. ഇത് ഉമ്മന്റെ പഴയതൊക്കെ ഇടുന്ന പെട്ടി. ഇതിലുണ്ടാവും 2 ചാവി. ഇത് തുറക്കാൻ വേറെ ചാവി, ഇതിന്റെ ഉള്ളിൽ വേറെ ചാവി എടുത്തിട്ട് വേണം ഈ അൽമാറ തുറക്കാന്. എന്തൊക്കെ ഇത് കാര്യം ഇവിടെ പറഞ്ഞു കൊടുക്കണ്ടോ കള്ളന്മാര് വന്നാല് ആ കേസിന്റെ. പിന്നെ ഇത് ഞങ്ങളെ ബാത്റൂം. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് ഗൈസ്. അൽമാരെ കാലൊക്കെ പോക്കി. ഇനി ഇങ്ങോട്ട് വാ. ഞങ്ങള് അടുക്കള. ഞങ്ങൾ ഫ്രിഡ്ജ്. എന്താ അവിടെ തപ്പുന്നത്? അതില്ല, പാത്രത്തിലുണ്ട്. ഇതാണ് ഞങ്ങളെ ചെറിയ അടുക്കള. ഇവിടെ ഇത് ഞങ്ങളെ ഫ്രിഡ്ജ്. ഇതിന് ഒരു 7-8 കൊല്ലം പഴക്കമുള്ള ഫ്രിഡ്ജാട്ടോ. 3 അട്ടി ഫ്രിഡ്ജാണ് കേട്ടോ. റിച്ച് ഫാമിലിയാണ് ബസ്. പിന്നെ ആദ്യത്തെ കൊടുത്തിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. ഇവിടെ എടുത്താണ്. ഇനി ഇങ്ങോട്ട് അതോ ഇതാണ് അടുക്കള.
അടുക്കളയിൽ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നപ്പോ ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ വെച്ചതാണ്. ഇത് നമ്മളെ ഗ്യാസ് അടുപ്പ്, ഒറ്റ ഗ്യാസിന്റെ അടുപ്പുള്ളൊരു ഇവിടെ 2 ഗ്യാസ് ഉണ്ട്. ഇവിടെ ഞാന് ആൽന്തറന്ന് കൊണ്ടുവന്ന ഗ്യാസും ഉണ്ട്, ഇവിടുത്തെ ഗ്യാസും ഉണ്ട്. ഇവിടെ 3 എണ്ണത്തിൽ വെച്ചാല് ഗ്യാസ് പോകുന്നു പറഞ്ഞിട്ട് ഇവിടെ ചെറിയ ഗ്യാസ് ആണ്. ഏതായാലും ഇതിലൊരു പൂച്ചനെ കൊടുക്കാണ്ട് ഞങ്ങൾക്ക് എന്തായാലും. പിന്നെ ഇത് നമ്മളെ കിണറിട്ടോ, കുടിവെള്ളമൊക്കെ ഇവിടുത്തെ നല്ല ശുദ്ധമായ കുടിവെള്ളം. നല്ല കിണറുണ്ട്, നല്ല തിരുമ്പുന്ന കല്ലുണ്ട്. ഇതൊക്കെയാണ്. ഞാൻ മഴക്കാലം അതിനെക്കൊണ്ട് കുറച്ച് അലങ്കോലബലെങ്കിലും ഉണ്ടാവും. അപ്പൊ പുറമുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം കണ്ടേക്കില്ല. ഈ മുകളിൽ ഒരു 2 ബെഡ്റൂം ഉണ്ട്. അത് ഒന്ന് മാമൻ കിടക്കുന്നത്, ഒന്ന് ഞങ്ങൾ വെറുതെ ഇട്ടേക്ക. പഴയ സാധനങ്ങളും സോഫയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച ഒരു ബെഡ്റൂമാണ്. അപ്പൊ മുകളിലേക്ക് ഞാനിപ്പോ പോണില്ല. കാരണം അവിടെ ഇപ്പൊ ആറിട്ടതും കാര്യങ്ങളൊക്കെ കുറച്ച് അലങ്കോലാണ്. അപ്പൊ അത് വെറുതെ ഇതിൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത്. പിന്നെ മാമൻ റൂമിൽ ഇപ്പൊ കിടന്നു വന്നാണ്. അപ്പൊ അത് ഡിസ്റ്റർബ് ചെയ്യണ്ട ഗൈസ്. അപ്പൊ ഇത്രയാണ് എന്റെ വീടിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഗൈസ് ഞാൻ ഓൾറെഡി എന്റെ ഒരു 2 കൊല്ലം മുന്നേ ഒരു വീടിന്റെ വീഡിയോ ഇട്ടീനും. അപ്പൊ എല്ലാവരും ചോദിക്കും അത് ഏത് വീടാണ്. അത് ഞങ്ങൾ ആദ്യത്തെ വീട്. അത് കഴിഞ്ഞിട്ടുള്ള വീട്. അത് ഞങ്ങളുടെ റെന്റ് ഹൗസ്. ഇത് ഞങ്ങളുടെ റെന്റ് ഹൗസ്. അപ്പൊ ഇത് റെന്റ് ഹൗസ് ആണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞെന്തേലും വലിയ കുടുംബത്തിൽ നിന്ന് വന്ന് പർസുമാണ് ഇങ്ങനെ പട്ടിപ്പണി എടുക്കണെന്ന്. പർസ് വലിയ വീട്ടിൽ നിന്ന് വന്നല്ല. പർസ് സാധാരണ വീട്ടിൽ നിന്ന് വന്നത് തന്നെ കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ കാരണങ്ങളെ കൊണ്ട് ഞങ്ങൾ വിറ്റു. ഇപ്പൊ ഞങ്ങൾ വാടക വീട്ടിലാണ്. ഞങ്ങൾ സ്വന്തമായിട്ട് വീട് എടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. എന്നപ്പോ അതുവരെ ഇപ്പൊ ഞങ്ങൾ വാടക വീട്ടിലാണ്. ഇനി എത്ര റെന്റ്? 10,500 ഞങ്ങൾ റെന്റ് കൊടുത്തിട്ട് മാസം ഇവിടെ നിൽക്കാണ് ഗൈസ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും പിന്നെ ഇത്രയുള്ള വീടിനെ പറ്റി പറയാനുള്ളത് അല്ലേ? എന്താണ് പറയാ, ഞാൻ ഇതിൽ പറഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ സൗണ്ട് കൂട്ടയിൽ സൗണ്ട് വരുന്നില്ല. അതങ്ങനെയാണ്. നമ്മൾ പറയുമ്പോഴേ സൗണ്ട് ഉള്ളൂ. ഫോണിലേക്ക് വരുമ്പോ സൗണ്ട് കുറവാണ്. അപ്പൊ ഇവിടെ ഇരിക്കും. ഇനി ഇമ്മന്റെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇമ്മന്റെ ആ പിഗ്മെന്റേഷന്റെ ഇതില്ലേ ആ ക്രീമിനെ പറ്റിയിട്ട് പറയാണ്ട്. അപ്പൊ ഞാൻ ആ ക്രീം എടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് ഇമ്മനെ ഇവിടെ ഇരുത്തിയിട്ട് നമുക്ക് അതിനെ പറ്റി ക്രീം എടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ക്രീമായിട്ട് വന്നു. വെറുതെ ഞാൻ വീഡിയോ കട്ടാക്കണ്ടില്ല. അല്ല, ഓളെ കൈമല ഈ സാധനം ഉണ്ട്. ഞാൻ അറിയില്ല ക്രീം എവിടെ പോയിമ്മ. ആ ക്രീമും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടേ. ഇതാണ് ക്രീമിന്റെ പെട്ടി. ഇത് എവിടും കിട്ടൂല കേട്ടോ. അത് എവിടുന്നും കിട്ടൂല. മീഷോയില് മാത്രമേ ഈ സാധനം കിട്ടുള്ളൂ. അപ്പം ഗൈസ് ഇതാണ് ആ ക്രീം. മെലാസ് എന്നാണ് ഈ ക്രീമിന്റെ പേര്. അപ്പൊ ഇത് മെഡിക്കൽ ഷോപ്പിലോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒന്നും കിട്ടൂല. അത് മീഷോയില് മാത്രമേ കിട്ടുള്ളൂ. ഇത് ഞാന് ഇല്ല ആപ്പില് കിട്ടൂല. അതൊക്കെ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കിട്ടുക. അത് ഒറിജിനൽ കിട്ടണമെങ്കിൽ മീഷോയില് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അവരോട് കോണ്ടാക്ട് ചെയ്തിട്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് അതിന്റെ ശേഷമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഉമ്മക്ക് കൊടുത്തത് കേട്ടോ. അന്നപ്പോ അത് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേറെ എന്റെ ഫ്രണ്ട് വാങ്ങിയപ്പോ ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഓൾത് വേറെ ക്രീമും ഇത് വേറെ ക്രീമുമാണ്. അപ്പോൾ ഞാൻ ആ യൂട്യൂബറോട് ചോദിച്ചു ഇത് ഏതാ ഒറിജിനൽ എന്ന്. അപ്പോൾ ഓള് പറഞ്ഞു ഇതാണ് ഒറിജിനൽ മെലാസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് 2 എണ്ണം കിട്ടും. നമുക്ക് ഒന്നായിട്ടല്ല, ഓർഡർ ചെയ്ത 2 എണ്ണമായിട്ടാണ് കിട്ടുക. ഇതാണ് ഇത്ര ഒരു 10 ഗ്രാമിന്റെ കരിമംഗലം കുരുമംഗലം ഒക്കെ പോയത് എന്നാണ് പറഞ്ഞത്. ഇമ്മന്റെതാ ഈ ഒരു സൈഡിൽ കുറെ ഉണ്ടായിരുന്നു. ഇതാണ് ആ ക്രീം. അപ്പൊ ഇത് കുറേ ഒന്നും നമ്മൾ തേക്കേണ്ടത്. കുറച്ചെടുത്തിട്ട് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് മാത്രം എവിടാണോ നമ്മളെ പിഗ്മെന്റേഷൻ ഉള്ളത്, കല ഉള്ളത് അവിടെ മാത്രം തേക്കുക. പിന്നെ ഓവറായിട്ട് തേച്ചിട്ട് മുഖം എന്തോ ആയിട്ട് പസുനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇത് വെളുക്കാനുള്ള ക്രീമല്ല എന്ന് ഞാൻ ആദ്യം മുന്നേ പറഞ്ഞുതരാം. പിഗ്മെന്റേഷനും നമ്മളെ മുഖത്തുള്ള മറ്റേ കലകള് ഒക്കെ വരൂലേ, അപ്പൊ അത് പോവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ക്രീമാണ്. അപ്പൊ തേച്ചാൽ നമുക്ക് പെട്ടെന്ന് മാറ്റം വന്നില്ലേ. ഇതൊരാഴ്ച നമ്മൾ കറക്റ്റ് നൈറ്റിൽ യൂസ് ചെയ്യണം. കുറച്ചെടുത്തിട്ട് നല്ലോണം അവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങുക. അത് രാവിലെ ആയിട്ട് മുഖം വാഷ് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് 10 ഗ്രാമിന്റെ ആട്ടോ. 2 എണ്ണം കിട്ടും. നമുക്ക് എനിക്ക് തോന്നി 200 എത്ര ചില സമയത്ത് ഇതിന്റെ റേറ്റ് കൂടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കമന്റിൽ പിൻ ചെയ്യാം. പിന്നെ ഇത് പ്രൊമോഷൻ അല്ല, ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ സാധനമാണ്. ഇത് നമുക്ക് മാറ്റം ഉണ്ടായതിനെ കൊണ്ട് ഇന്നലെ വെറുതെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതേനു. പക്ഷെ ക്രീമും കാര്യം ഏതാന്ന് ഞാൻ പറയാത്തതിനെ കൊണ്ടാണ്. അപ്പൊ കമന്റിൽ വന്നപ്പോ ഇനിയിപ്പോ എല്ലാവർക്കും ഇതിന്റെ പേരിങ്ങനെ കുറെ കമന്റ് വന്നതിനെ കൊണ്ട് ഇതിന്റെ കൂടെ ഇത് പറയാന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെ പറഞ്ഞൊരു വീഡിയോ, അങ്ങനെ പറഞ്ഞൊരു ക്രീമാണിത്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് കാര്യം എന്താന്ന് വെച്ചാല് ഇവിടെ ഇരിക്കുന്നവർക്ക് എന്താ കുന്തം പോലെ നിൽക്കുന്നത്. കഥാപ്രസംഗം നടത്തുന്നതാ കുറുക്കൻ നമ്പർ 1, കുറുക്കൻ 2. ബാക്കി കുറുക്കന്മാരെല്ലാരും ഇങ്ങനെ പറ്റി വരിയായിട്ട് ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതപ്പോ പിന്നെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്
നിങ്ങൾ ഇപ്പൊ എവിടെ പോയി എന്നാണ് ചോദിക്കുക. ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അതേപോലെ ഒരു 2 കൊല്ലം 2.5 കൊല്ലം മുന്നൊക്കെ ഞാൻ ഇപ്പന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ എമ്മയും സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞതാണ്, ഡിവോഴ്സ് ആയെന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഒരു 6-7 വയസ്സുള്ളപ്പോ തന്നെ ഇപ്പയും ഡിവോഴ്സ് ആയതാണ്. ഞാൻ എന്റെ ചൂട്ടാത്തിന്റെ ഒരേ വാപ്പാണ്, ഒരേ ഉമ്മാട്ട്. കുറെ ആൾക്കാർ പറയുന്നത് ജുബിന്റെ വേറെ വാപ്പാണ്, അസുന്റെ വേറെ വാപ്പാണ്. ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി ഒരു വാപ്പയുള്ളൂ, ഒരു ഉമ്മയുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെറുതാകുമ്പോൾ തന്നെ ഡിവോഴ്സ് ആയതാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറെ കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മ വേറെ കല്യാണം കഴിച്ച് ആ ആളിപ്പോൾ ഗൾഫിലാണ്. അതാണ് നിങ്ങൾ കമന്റിൽ പറഞ്ഞത്. അപ്പൊ ഗൾഫിലേക്ക് ഉമ്മ അപ്പന്റെ കൂടെ അല്ലേനോ പോയിന്. അപ്പൊ ആള് ഗൾഫിലാണുള്ളത്, രണ്ടാമത്തെ ഫാദർ ഗൾഫിലാണുള്ളത്. അപ്പൊ ആദ്യത്തെ വാപ്പ എവിടെ പോയി എന്ന് വെച്ചാൽ ആദ്യത്തെ വാപ്പ വേറെ കല്യാണമൊക്കെ കഴിച്ച് ഒരു ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്ന പരപ്പനങ്ങാടി. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് അതിനെ കൊണ്ട് ഒന്നും കൂടി പറഞ്ഞു, നിങ്ങൾ കമന്റ് ഇട്ടതിനെ കൊണ്ട് ഒന്നും കൂടി പറഞ്ഞാണ്. അന്നൊക്കെ ഞങ്ങൾ വാപ്പൻ്റെ അടുത്ത് പോയി. ഇപ്പൊ ഞങ്ങൾ അങ്ങനെ വാപ്പൻ്റെ അടുത്ത് പോവലില്ല. ഇപ്പൊ ഞങ്ങൾ തിരക്കൊക്കെ ആയി അങ്ങനെ പോണു. അപ്പയും വാപ്പേന്റെ ഫാമിലി ആയിട്ട് അങ്ങനെ നിൽക്കണ്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, ഞങ്ങൾ അങ്ങനെ ആയിട്ട് പോണു. അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഇനി പറയാനുള്ളത്. ഇനി ഒന്നും പറയാനില്ല. അപ്പോൾ വാപ്പനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. വാപ്പിനെ ഇഷ്യൂ എന്താണ്, ഓരോ ഫാമിലി ഇഷ്യൂവിനൊക്കെ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പറ്റുന്നതിനെ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ആയി, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു അല്ലേ? എന്താ പറയണ്ടേ? ഇപ്പത്തത് ഞങ്ങൾ ഗൾഫിലാണെന്ന് പറഞ്ഞു. ഇപ്പത്തെ പറഞ്ഞില്ലല്ലോ. ഇപ്പത്തത് ഞങ്ങൾ ഗൾഫിലാണെന്ന്, ഇപ്പൊ ഗൾഫിലാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ കൊടുവള്ളിയിലേക്കല്ല പോണത്. വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ നേരെ ആയിസുമ്മനെ എടുത്തു. ആയിസുമ്മ അവിടെ കാത്തിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ചെല്ലായിട്ട് ഇന്നോട് ഇങ്ങനെ വെക്കുന്നുണ്ട്. കൊലായിൽ ഇങ്ങനെ കാത്തിരിക്കും. അവിടെ ഞങ്ങൾ പോകുന്നവരെ അവിടെ ഇങ്ങനെ കാത്തിരിക്കും. ഞാൻ ഐസുവിനൊക്കെ ഒന്ന് കുളിപ്പിച്ച് എസ്ലിക്ക് ചോറും കൊടുത്തിട്ട് ഞങ്ങൾ നേരെ കൊടുവള്ളിയിലേക്ക് പോവാണ് ഗൈസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.